നമുക്ക് ഒരു മുനിസിപ്പൽ ചെയർമാൻ്റെ ഒരു കാര്യം കൂടെ നമുക്ക് അറിയാനുണ്ട്. ചെയർപേഴ്സൻ്റെ കാര്യം പ്രീത രാജേഷ്. ഇന്ന് നമ്മുടെ മുന്നിൽ ഇദ്ദേഹം വരുന്നത്, ഇദ്ദേഹത്തിന് മത്സ്യക്കച്ചവടം, മീൻ കച്ചവടമുണ്ട് കേട്ടോ. 4:30 മണിക്ക് മീൻ കച്ചവടത്തിന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് മീനാണ് വിൽക്കുന്നത്? വൈക്കത്തുകാർക്ക് ഇഷ്ടമുള്ള മീൻ ഏതാണ്? കച്ചവടം എത്ര മണിക്ക് ഇറങ്ങും? ഞങ്ങൾക്ക് മാർക്കറ്റ് കൊല്ലത്തും കൂടെ മാർക്കറ്റാണ്. 4:30 തുടങ്ങും. എവിടെ, ഏത് ഭാഗത്ത് നിന്നൊക്കെയാണ് മീൻ വരുന്നത്? നമുക്ക് മോനമ്പം, അങ്ങനെ ആലപ്പുഴ സൈഡ്. എനിക്കൊന്ന് കേരളത്തില് മീൻ വിറ്റ് ഒരു ജീവിതം കണ്ടെത്തുകയും അത് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഭരിക്കുകയും ചെയ്യുന്ന ഏക ആള് താങ്കളാണെന്ന് തോന്നുന്നു. വേറെ എവിടെയെങ്കിലും ആളുണ്ടോ? ഉണ്ടോ? ഇല്ല, സാധ്യമില്ല. അപ്പൊ ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയതിനു ശേഷം പിന്നെ മീൻ വിൽക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല. ആൾക്കാർ വില കുറച്ച് ചോദിക്കോ? വില കുറച്ച് ചോദിക്കോ? അതെല്ലാരും ചോദിക്കുമല്ലോ. അപ്പം മുനിസിപ്പൽ ചെയർപേഴ്സൺ ആണ്, നാട്ടുകാർക്ക് അറിയാമോ? നാട്ടുകാർക്ക് അറിയാം. അപ്പൊ അതിനുശേഷം വിൽപ്പന കൂടിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പ്രത്യേകിച്ചില്ല. നമ്മള് പൊതുവെ നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്ന് വിൽക്കണോ? ഇരുന്ന് വിൽപ്പന അല്ലേ? ഒരു ദിവസമൊക്കെ എത്ര രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റും? ബിസിനസ് അല്ലേ, പറയാൻ പറ്റത്തില്ലേ? ഹസ്ബൻഡിന് ഹോൾസെയില്, ഭാര്യക്ക് റീറ്റെയിൽ, പിന്നെ മുനിസിപ്പാലിറ്റി ഹോൾസെയിൽ. നഗരസഭയല്ലേ, പ്രതിപക്ഷം എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോ ഇതൊക്കെ എടുത്തിടാറുണ്ടോ? ഇല്ല, എല്ലാരും വ്യക്തിപരമായി തൊഴിലല്ലേ, നമ്മുടെ തൊഴിൽ നമ്മളും. താങ്കൾക്ക് ഞാനൊരു സല്യൂട്ട് തരിക. കാര്യം എന്താ അറിയോ, ഒരു തൊഴിൽ ചെയ്യുന്നതിനോടൊരു ഒരു അഭിമാനം താങ്കൾക്കുണ്ട്. അല്ലെങ്കിൽ സാധാരണ വേണമല്ലോ. അല്ലെ, എന്തായാലും ഞങ്ങൾക്ക് അഭിമാനം ഉണ്ടാ കാര്യത്തിൽ. സാധാരണ ആൾക്കാർ മീൻ കച്ചവടം ചെയ്ത എന്നൊക്കെയുള്ള ലൈനിലുള്ളവർക്ക് ഉണ്ടല്ലോ. അപ്പൊ അതല്ല, മുനിസിപ്പൽ ചെയർപേഴ്സൺ തന്നെ മോഡലായി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇനി താങ്കൾക്ക് ധൈര്യമായിട്ട് വീട്ടിലേക്ക് മടങ്ങാം. അപ്പൊ ലഹരിക്കെതിരെ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞു അത് കുറച്ച് കാര്യങ്ങൾ. ശരി ചേട്ടാ, അതിന്റെ ഇടയ്ക്ക് ഓണത്തിന് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു അതിനിടയ്ക്ക്. അപ്പോൾ ചെയർപേഴ്സണെ പിന്നീട് കാണാം. നമുക്ക് ഇനി ഒരു ടെലിഫിലിമിന്റെ ആൾക്കാർ ഇവിടെ വന്നു. ആ ദേവാനന്ദ് തന്നെയാണല്ലേ? നിങ്ങൾ എല്ലാവരും ചേർന്നാണ്. അതെന്തോ പരിപാടി? ലഹരിക്കെതിരെ വയ്ക്കത്തെ എമർജിങ് വയ്ക്കാം എന്ന് പറഞ്ഞൊരു ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ. ഇടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഗായകൻ ഫുൾ ടൈം ഇപ്പോൾ വയ്ക്കത്തുണ്ടോ? എൻ്റെ വീട് ഇവിടെ അല്ലേ സാറേ, അപ്പോൾ പിന്നെ ഞാനിവിടെ ചോദിക്കാം. തീർച്ചയായിട്ടും വയ്ക്കത്തുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ നമ്മുടെ മ്യൂസിക്കൽ വൈബ് ഉണ്ടോ? അതെ തീർച്ചയായിട്ടും ഉണ്ട്, സൗമ്യുണ്ട്. ഇത് ഷാഹുൽ, ഇതിൻ്റെ ഡയറക്ടറാണ്. മനാഫ്. എമർജിങ് വയ്ക്കുക എന്ന് പറഞ്ഞൊരു ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ്. ഒരുപാട് സൽപ്രവൃത്തികൾ, ജനോപകാരപ്രദങ്ങളായിട്ടുള്ള ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലഹരിക്കെതിരായിട്ട് ചെയ്ത ഒരു ഷോർട്ട് ഫിലിമാണ് തിരികെ. യൂട്യൂബിലുണ്ടോ? ഉണ്ട്, യൂട്യൂബിലുണ്ട്. ഷോർട്ട് ഫിലിമിന്റെ പേര് തിരികെ. ഡീറ്റെയിൽസ്. അപ്പം ഞങ്ങൾ കുറേ വർഷങ്ങളാണ്, 2018 മുതൽ ലഹരിക്കെതിരായിട്ടുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ നാട്ടിലുള്ള ആളുകൾ തന്നെ, ഇപ്പോൾ ഇവരെ പോലെ ഇപ്പോൾ ബാസി അടക്കം, ബാസി, ഹാരിസ്, ഇവരെല്ലാം സിനിമയുമായി കോമഡി ആർട്ടിസ്റ്റല്ലേ? കോമഡി ആർട്ടിസ്റ്റാണ്. സൗമ്യ, ദേവാനന്ദേട്ടൻ, പിന്നെ 2 കുഞ്ഞു താരങ്ങളുണ്ട്. അനഘ. ഒരു രഹസ്യം ചോദിച്ചാൽ പരസ്യമാക്കുവോ? ഈ ടെലിഫിലിം, ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ആരെങ്കിലും നേരെയായോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് വൈക്കത്തെ മുഴുവൻ സ്കൂളുകളിൽ കൊണ്ട് പ്രദർശിപ്പിച്ചു. വൈക്കത്തെ 40 സ്കൂളുകളിലൂടെ നമ്മൾ ഇത് യൂട്യൂബിൽ മാത്രമല്ല, പിള്ളേർ കാണണമെന്നായിരുന്നു. എന്താ പറഞ്ഞ കണ്ടിട്ട് പരിപാടി എത്തിക്കാൻ പറഞ്ഞു? അവർ പലരും പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കുന്നത്. ഈ നിൽക്കുന്ന കുട്ടികളുടെ സ്കൂളിലടക്കം, ഇതിൽ അധ്യാപകരടക്കമുണ്ട്, ഇവരുടെ സ്കൂളുകളിലടക്കം ഞങ്ങൾ കാണിച്ചാണ്. അവർക്കൊരു പ്രചോദനമായി മാറി. നമ്മുടെ വാസി ഇങ്ങോട്ട് വന്നേ. വാസി, നമ്മുടെ കോമഡിയൊക്കെ എങ്ങനെ പോകുന്നു? മോഹൻലാലിന് എവിടെയോ ശബ്ദം കൊടുത്തു എന്നൊക്കെ കേട്ടു. സിനിമയിൽ ആർക്കാ ശബ്ദം കൊടുത്തത്? ഉഡു എന്ന് പറഞ്ഞിട്ട് ആനിമേഷൻ ക്യാരക്ടർ ഉണ്ടായിരുന്നു, അതിന് ഡബ് ചെയ്തു. ഇപ്പം കോമഡി സ്റ്റേജിലൊക്കെ കാര്യമായിട്ട് പോകുന്നുണ്ടോ? ഇത് ഐറ്റം വേറെ അല്ലല്ലേ ഇപ്പം? അപ്പം ആരെയാ കൂടുതൽ അനുകരിക്കുക? എമർജിങ്ങിന്റെ ഭാഗമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. നമ്മള് ആരെയാ അനുകരിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ സാമ്പിൾ ഇല്ല. അപ്പൊ എന്തായാലും ഇത് ഐറ്റം വേറെ.